എല്ലാവർക്കും ബിപ്പി സോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിൽ തുടങ്ങിയതാണ്. പല വീഡിയോസിലും പലതും കണ്ട് എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അതിനായിട്ട് ഞാൻ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മുഴുത്ത 2 ബീട്രൂട്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഞാനത് ചീകി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടി ചീകുമല്ലോ, അപ്പോൾ അതുമാതിരി ഞാൻ ചീകി എടുക്കുവാണ്. അങ്ങനെ എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ശരിയായി, 2 സംഭവങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്ന് ശരിയായി, ഒന്ന് എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചീകി കഴിയുമ്പോഴേക്കും കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ചീകി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അടുത്തതും ചീകി എടുക്കുകയാണ്. അടുത്ത ബീട്രൂട്ടും കൂടെ ചീകി കഴിഞ്ഞപ്പോൾ കണ്ടോ എന്തുമാത്രം അളവുണ്ടെന്ന് നോക്കി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ സന്തോഷമായിട്ടോ. സന്തോഷം തോന്നിയത് ഇതിൻ്റെ അളവ് കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ നേരത്ത് അതുണ്ടാക്കണം, ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു തിടുക്കമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അത് കാരണമായിരുന്നു. അപ്പോൾ ഇത് മുഴുവനും ചിരണ്ടി എടുത്തതിന് ശേഷം ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ് പിഴിയണത്. ഒരു ചെരുവത്തിന് മേലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് കൈവച്ച് അമക്കി അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തുണി വെച്ചിട്ട് പിഴിയണമെന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും പിഴിയാം. ഇത് വലിയ ഇങ്ങനെ ഒരുപാട് അങ്ങ് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. നല്ലപോലെ ആ ബീട്രൂട്ടിൻ്റെ നീര് പെട്ടെന്ന് ഇങ്ങ് പോരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പിഴിഞ്ഞെടുത്തത്. എന്നിട്ട് ഞാനൊരു വലിയ അലുമിനിയത്തിൻ്റെ അടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ പിഴിഞ്ഞെടുത്തതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പിശറുണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ, അത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതാണ്ട് ഇത് ഇത്രയും നീര് കിട്ടിയിട്ട് നല്ല ആ കളറൊക്കെ കണ്ടോ, ബീട്രൂട്ടിൻ്റെ നല്ല കടുപ്പുള്ള കളറൊക്കെ കണ്ടോ. ആ നീര് ഞാൻ മാറ്റി വെക്കുകയാണ്. അത് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കണുണ്ട്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ പിശറുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഞങ്ങൾ പിശറെന്നാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി കിട്ടുന്നതിന് അതിന് ചിലർ ചണ്ടി എന്നൊക്കെ പറയും. എല്ലാ നാടുകളിലും എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയെടുത്തിട്ട് പൊടിക്കാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല പൊരിഞ്ഞ വെയിലും കൂടിയല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതങ്ങ് നിരത്തിയിടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഓരോ ദിവസം വെയിലത്തോടെ വെച്ചുകൊണ്ടിരുന്നു. ഞാനോർത്ത് 1-2 ദിവസം കൊണ്ട് ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടും. എന്നിട്ട് എനിക്ക് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ നേരത്തിടാം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ നേരത്തിടാം. അതുപോലെ എന്തെങ്കിലും ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തേക്കുമൊക്കെ ആണെങ്കിൽ അതിന് കൂടുതലൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ഞാൻ 5 ദിവസം വെയിലത്ത് വെച്ചിട്ടും ഇത് കണ്ടോ ഇങ്ങനെ ഇരുന്ന് അത് റബ്ബർ മാതിരി ഇരുന്നു കേട്ടോ. അത് പൊടിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ റബ്ബർ മാതിരി വലിഞ്ഞ് വരുന്നു ചെയ്യുന്നത്. അത് പൊടിയത്തേ ഇല്ല. ഇങ്ങനെ ഈ ഒരവസ്ഥയായതുകൊണ്ട് 5 ദിവസം വെയിലത്ത് വെച്ചിട്ടും ഈ ഒരവസ്ഥയായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് കളയുക ചെയ്തത് കേട്ടോ. അതെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പം നീര് പിഴിഞ്ഞെടുത്തുകൊണ്ടാണോന്നും അറിയത്തില്ല. നമ്മൾ വലിയ ആഗ്രഹത്തോടെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കിയിട്ട് അവസാനം അത് കളയേണ്ടി വരിക എന്ന് പറയുമ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമം തന്നെയല്ലേ. എന്തായാലും കളയേണ്ടി വന്നു, ഞാനത് കളഞ്ഞു. അപ്പം ഞാൻ മാറ്റി വെച്ചിരുന്ന നീര് വെച്ചിട്ട് ഞാനൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യുടെ അളവൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണിന് മേലെ ഉണ്ടാവും നെയ്യ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് വറക്കുകയാണ്. ഇത് ഞാനന്ന് നേരത്തെ വറുത്ത് വെച്ചിരുന്ന റവയാണ് കേട്ടോ. സാധാരണ ഞാൻ റവ മേടിച്ച് കഴിയുമ്പം അത് ഒന്ന് വറുത്ത് വെക്കാറുണ്ട്. വറുത്തൊരു ഡപ്പയ്ക്കകത്താക്കി വെക്കും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്നാലും ആ നെയ്ക്കകത്തിട്ട് വറുത്ത് കഴിയുമ്പം ഒരു പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് നെയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. റവയൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു 5-6 ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനങ്ങ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇളക്കി കൊടുക്കുന്നുണ്ട്, എന്നാലും ഒരു 2 മിനിറ്റ് നേരത്തിന് ഞാൻ ഇടയ്ക്ക് ഇളക്കാതെ അങ്ങ് വിട്ടുപോയിട്ടോ. വേറെ പണിക്ക് പോയതാണ്. അന്നേരപ്പോഴേക്കും ഒന്ന് അടി പിടിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. അതാണ് ഈ ഇടയ്ക്ക് ഒരു കറുപ്പ് കളർ പോലെ തോന്നുന്നത്, ഒരു ബ്രൗൺ കളർ പോലെ തോന്നില്ലേ അത്. ഈ ഏലക്ക ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ 2 കപ്പാണ് റവ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എവിടെയോ വിട്ടുപോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കാണാതെ ഇരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് ഇതാണ്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബീട്രൂട്ടിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ആ ബീട്രൂട്ടിൻ്റെ നീര് വെച്ചിരുന്ന ആ ചെരുവ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഈ ബീട്രൂട്ടിൻ്റെ നീരിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ ആ ചെരുവത്തിൽ, അതൊക്കെ കളയാനൊരു മടി അതുകൊണ്ട്.
അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് വേണ്ടാത്തവർക്ക് വെള്ളമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയ പാട് നല്ലപോലെ അങ്ങ് കുറുകി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തത്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ റവ അങ്ങ് പെട്ടെന്ന് ഇതിലേക്ക് റവ ഈ വെള്ളമൊക്കെ അങ്ങ് പിടിച്ച് വരുമല്ലോ. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുവാണ്. നല്ലപോലെ ഇതൊന്ന് കുറുകി വരണം. ഇത് നല്ലപോലെ കുറുകി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം ഒരിച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ 1 തവി നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ടേസ്റ്റും ഗുണവും കൂടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം ഒരിത്തിരി കടുപ്പമായി പോകും. പിന്നെ പെട്ടെന്ന് തണുക്കത്തുമില്ല. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് പിടിക്കാനായി കഴിയുമ്പോഴേക്കും ഇത് ഉരുട്ടിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. അങ്ങനെ അതൊരു വിധം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉരുട്ടാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ലഡു പോലെ ഉരുട്ടിയെടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് നല്ല കൂളായിട്ട് വർത്താനം പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് നല്ല കൂളായിട്ട് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് പിള്ളേരുടെ കളിയൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ആ ബോറടി ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഉരുട്ടി ഇപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം എടുത്ത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ ബോളായിട്ടാണ് ഞാനിത് ഉരുട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. അതായത് ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ മുഴുപ്പിലാണ് ഞാൻ ഉരുട്ടിക്കൊണ്ടിരുന്നത്. കാരണം വലിയ ഉണ്ടയായി കഴിയുമ്പോൾ ബീട്രൂട്ടാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും പിള്ളേരൊന്നും തൊടുകയില്ല. ആദ്യം തന്നെ പിള്ളേർ ബീട്രൂട്ടിൻ്റെ ആണ് ഈ കളർന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ അവർക്കൊരു മടിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഏതാണ്ട് ഞാൻ ഉരുട്ടി വെക്കണതിനനുസരിച്ച് അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബീട്രൂട്ടിൻ്റെ ആ രുചി ഒത്തിരി മുമ്പിൽ അങ്ങ് നിൽക്കണില്ലല്ലോ. പിന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിയല്ലോ. അവർക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഉരുട്ടി വെക്കണതിനനുസരിച്ച് അവരെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം. അപ്പം കുഞ്ഞു ഉരുളകളായതുകൊണ്ടാണ് പിന്നെയും അവർ കൂടുതലെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തത്. വലിയ ഉരുളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ഇവർക്ക് വലിയ ഇതൊന്നും കാണുകയല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവരുടെ കളിയൊക്കെ കണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉരുട്ടി അവസാനം ബാക്കി വന്നത് ഈ പ്ലേറ്റിലിരിക്കുന്നുണ്ട്. ഇത് അവസാനത്തെ ഞാനിപ്പോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു പ്ലേറ്റിലിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ അതെങ്ങനെയോ അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടാ. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ആ വീഡിയോ എവിടെ പോയാവോ. ഞാൻ എന്തായാലും ഈ ബീട്രൂട്ട് വെച്ചിട്ട് ഇങ്ങനെ 2 സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ബീട്രൂട്ടിൻ്റെ പിശറ് കളയേണ്ടി വന്നു. എന്നാലും എനിക്ക് ലഡു ശരിയായി വന്നതിൽ ഒരു സന്തോഷം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ